ഞാൻ ഈ ഒരുങ്ങി ഇറങ്ങുന്നത് ഡിന്നറിന് പോകാനൊന്നുമല്ല, ശരിക്കും രക്തരക്ഷസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് പോയാൽ രക്തരക്ഷസ് എന്നെ നോട്ടം ഇടുവോ? ഒന്ന് ഡ്രസ്സ് അങ്ങ് മാറ്റിയേക്കാം, ഡാർക്ക് ഷെയ്ഡ് പിടിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ ഫിക്സ് ചെയ്തത്. ഇതാകുമ്പോൾ ഇരുട്ടത്തെ രക്തരക്ഷസ് എന്നെ അങ്ങനെ കാണുമൊന്നും ഇല്ലെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ രക്തരക്ഷസിനെ കണ്ടിട്ട് വരാം. ഓക്കെ. നേരെ ചെന്നിറങ്ങിയത് രക്തരക്ഷസിൻ്റെ മുന്നിലേക്കാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഒരു ചായ കുടിച്ചാലോ? ചായ കുടി തുടങ്ങി. അവിടെ ചെന്നപ്പോൾ ദേ കോട്ടയം ഫുൾ അവിടെ ഉണ്ട്, ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് അകത്തേക്ക് കയറുകയാണ്. ഒരു മാസമായിട്ട് ഈ രക്തരക്ഷസ് കോട്ടയത്ത് കറങ്ങി നടന്നിട്ട് ഞങ്ങളെ കൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? കണ്ടവരൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ കണ്ടിരിക്കണം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പേടിക്കാൻ വേണ്ടി പോയിരിക്കുക. ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത് അവരോടൊക്കെ മനോരമയ്ക്കും മനോരമ മാനേജ്മെന്റിനും സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കർട്ടൻ ഉയർന്നു. ഞങ്ങളെല്ലാം ഭയങ്കര ആകാംക്ഷാഭരിതരായി ഫുൾ ഇരുന്ന് കണ്ടു. ശരിക്കും സിനിമ തോറ്റുപോകുന്ന രീതിയിലാണ് കേട്ടോ ഇവരിവരെ നാടകം അവതരിപ്പിച്ചത്. ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് അവരത് പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ സോങ്ങും ആ ലൈറ്റും സൗണ്ടും എല്ലാം ഭയങ്കര എഫക്റ്റായിരുന്നു. കണ്ടില്ല എങ്കിൽ ഒരു തീരാ നഷ്ടമായി പോയേനെ. എന്തായാലും രക്തരക്ഷസ് കോട്ടയം വിട്ടു. രക്തരക്ഷസ് ഞങ്ങളെ കണ്ട് പേടിച്ചു എന്നാണ് എൻ്റെ സംശയം.